അമ്മ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം വവ്വാലായി തലകിഴക്കാൻ പാട് തൂങ്ങിക്കിടക്കും. മനസ്സിലായ? അത് കറക്റ്റായിട്ട് തമിഴിൽ ഒരു ശ്ലോകമായിട്ട് തന്നെ പറയുന്നുണ്ട്. തായ് ചൊല്ല് കേളാതെ വവ്വാല് തലയിൽ കീഴ് ചെവിടുമേലെ. തായ് ചൊല്ല് കേളാതെ വവ്വാല്, തായ് ചൊല്ല് കേട്ടില്ലെങ്കിൽ അടുത്ത ജന്മം വവ്വാലായി തൂങ്ങിക്കിടക്കും. വായിക്കൂടെ നിപ്പ വൈറസും വരുമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ മക്കൾ ഇത്തിരി പേടിക്കാൻ സാധ്യതയുണ്ട്. എന്താ? വ്യാസമുനി പറഞ്ഞു, അമ്മ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഞാൻ വരും. ശങ്കരാചാര്യർ മാതൃപഞ്ചകം എഴുതി. അമ്മയോട് മാത്രമാണ് അറ്റാച്ച്മെന്റ്. ഉണ്ടോ? സർവജ്ഞ പീഠം കയറിയ തുരീയ ഭാവത്തിലെത്തിയ ആചാര്യൻ അമ്മയോട് ഇതേ വാക്ക് പറഞ്ഞിരുന്നു, എപ്പോൾ ആഗ്രഹിക്കുന്നു ഞാൻ അവിടെ വരും. അമ്മ മരിച്ച സർവജ്ഞ പീഠം കയറിയ തുരീയ ഭാവത്തിലുള്ള ഭൂമിയിൽ ഒന്നിനോടും ബന്ധമില്ലാതിരുന്ന ആചാര്യൻ അമ്മയെ ചിതയിൽ കൊണ്ടുവച്ചിട്ട് ചിതക്കരയിൽ എഴുതിയ 5 ശ്ലോകങ്ങളാണ് മാതൃപഞ്ചകം. കൊണ്ടുവന്നത് ഞാൻ അവസാനിപ്പിക്കാം അവിടെ വെച്ച്. ഒരു ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങിയാൽ അതിന്റെ ആദ്യം വരുന്ന പ്രിഫൈസ്, ദെൻ ഇൻട്രോഡക്ഷൻ. ഏത് ഇംഗ്ലീഷ് പുസ്തകവും പ്രിഫൈസ് ആൻഡ് ഇൻട്രോഡക്ഷൻ. എന്നാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം എടുത്തു നോക്കണം. അതിൽ പ്രിഫൈസുമല്ല ഇൻട്രൊഡക്ഷനുമല്ല. ആദ്യത്തെ പേജിൽ ഒരു കവിതയാണ്, ഇംഗ്ലീഷ് കവിത. മൈ മദർ, എന്റെ അമ്മയെന്നും പറഞ്ഞൊരു കവിതയാണ്. APJയുടെ അറ്റാച്ച്മെന്റ് അമ്മയോടായിരുന്നു. പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ്, ദാസേട്ടൻ ചില പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ സമയത്തേക്ക് അതിന്റെ ഭാവം ദാസേട്ടനെ ഹോൾഡ് ചെയ്യും. ചില പാട്ട്, എല്ലാം ഒന്നുമില്ല. രാവിലെയാണ് ദാസേട്ടൻ റെക്കോർഡിങ്ങിന് വരുന്നത്, രാവിലെയാണ്. അരവയറ് നിറച്ചോണ്ടാ പാടാൻ കയറുന്നത്. മിക്കവാറും നിന്നായിരിക്കും പാടുന്നത്. പാടിയിട്ട് ഇറങ്ങി വന്നിട്ടാണ് വയറ് നിറച്ച് ആഹാരം കഴിക്കുക. തരങ്കടിയിലൊക്കെ ദാസേട്ടൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് പാട്ടിയെ കൂടുന്ന റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹരിമുരളിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ മദ്രാസിലെ കൂടെ ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ദാസേട്ടനോട് ഞാൻ എപ്പോഴും പറയും, പാടിച്ചിറങ്ങി വരുമ്പോഴാണ് എനിക്ക് ദാസേട്ടനെ കൂടുതൽ ഇഷ്ടം. അതെന്താടാ അപ്പോഴാ വയറ് നിറച്ച് വല്ലതും തിന്നാൻ കിട്ടുന്നത് പറയാറുണ്ട്. അദ്ദേഹം ചിരിക്കും. പാവമാണ് ദാസേട്ടൻ, വെറും കുഞ്ഞുങ്ങളുടെ സ്വഭാവമായിട്ട് വെറും സാധുവാണ്. അപ്പൊ അങ്ങനെ ചില പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാതെ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ഈ ഭാവത്തിൽ നിന്ന് നോർമൽ ആവാൻ ഇത്തിരി സമയം എടുക്കും ചില പാട്ടുകൾ. അങ്ങനെ ദാസന്റെ മതിച്ച ചില പാട്ടുകൾ, അതിലൊന്നാണ് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണ് ഈ ജീവിത വേഷം. ആ ജീവിത വേഷം എന്ന് പറയുന്നിടത്ത് നിങ്ങളൊന്ന് പാട്ട് ശ്രദ്ധിച്ച. ജീവിത വേഷം എന്ന് പറയുന്നിടത്ത് ദാസേട്ടൻ ഏങ്ങുന്നത് കേൾക്കാം. അത് റെക്കോർഡിന് കഴിഞ്ഞ് കുറേ സമയം അനങ്ങാതെ കുത്തിയിരുന്നു. അതുപോലെ മറ്റൊരു പാട്ടാണ്, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ. റെക്കോർഡ് ചെയ്തിട്ട് 2 മണിക്കൂർ ആഹാരം കഴിക്കാതെ ചിന്തിച്ചുകൊണ്ടിരുന്നു. നോർമൽ ദാസേട്ടൻ എന്താ ഇത്ര വലിയ ചിന്തിക്കാൻ കാര്യം? അച്ഛനെ ഓർത്തുപോയി. അച്ഛൻ മരിച്ചപ്പോ ആ ബോഡി വിട്ടുകിട്ടാൻ 500 രൂപ അടയ്ക്കാൻ എന്റെ കയ്യിലില്ലാതെ ഞാൻ കൈനീട്ടി നടന്ന് ഞാൻ ഓർത്തുപോയി. ഇങ്ങനെ ചില പാട്ടുകൾ ദാസേട്ടനെ വല്ലാതെ ഹോണ്ടി. എന്നാൽ എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് റെക്കോർഡ് ചെയ്തതിൽ ദാസേട്ടനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് 3-3.5 മണിക്കൂർ നേരം ആഹാരം കഴിക്കാതെ കണ്ണുനീർ തുടച്ചൊരു പാട്ടുണ്ട്. അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ അലിഞ്ഞു. ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ്, പട്ടിണി കിടന്ന് വിശന്ന് തളർന്നപ്പോ മടിയിൽ തല വെച്ച് മുടിയിലയിൽ കയ്യിൽ തടയിക്കൊണ്ട് അമ്മ പറഞ്ഞ ആശ്വാസങ്ങൾ ഓർത്തുപോയി. അമ്മയെ ഓർത്തുപോയി. അന്നൊരു മാമ്പഴം കിട്ടി. അമ്മ ആ മാമ്പഴം എനിക്ക് തന്നു. അമ്മ പോലും കഴിക്കാതെ മാങ്ങണ്ടി ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടു. പക്ഷെ എന്റെ വീട് വസ്തു ഞാൻ പോലും അറിയാതെ എന്റെ അനിയൻ വിറ്റ് കളഞ്ഞു. ഓഹരി കിട്ടിയത് എന്റെ അനിയനാണ്. അത് സംഭവം വേറെ ഒത്തിരി ഉണ്ട്, അത് പറയാൻ പറ്റത്തില്ല. കുടുംബകാര്യങ്ങൾ എനിക്ക് വെളിയിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ മാവ് ഇപ്പോഴും ഉണ്ട്. വീട് വിറ്റുപോയെങ്കിലും അതൊരു സ്റ്റാർ ഹോട്ടൽ നടത്തുകയാണ് ഇവിടെ. ദാസേട്ടൻ ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഏത് ഹോട്ടൽ നടത്തിയാലും നിങ്ങൾ തിരിച്ചു വസ്തു എനിക്ക് തരുമോ? എത്ര കോടിയും തരാം. അവർ കൊടുക്കൂല. ഒറ്റ അപേക്ഷ പറഞ്ഞ് ഈ മാവ് മുറിച്ച് കളയരുത്. ഇന്നും ആ മാവോടുണ്ട്. 3 നില കെട്ടിടമാണ്. ഈ മാവിനെ ചുറ്റിപ്പറ്റി കെട്ടിടം ഇങ്ങനെ പൊളിച്ചും കെട്ടിയും പൊളിച്ചും മാവ് തൊട്ടിട്ടില്ല. എല്ലാ വർഷവും ഈ മാവിലെ മാമ്പഴം തടി ദാസേട്ടൻ ഫോർട്ട് കൊച്ചിയിലെത്തും.
കാരണം അമ്മ നട്ടം മാവ പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ മാങ്ങാണ്ടി നട്ടം മാവ. ഇങ്ങനെ അമ്മയുമായി ബന്ധമില്ലാത്ത കലാകാരന്മാർ, ചിന്തകർ, അവതാര പുരുഷന്മാർ സന്യാസത്തിന് ക്ഷണിച്ചതിന് ഇതിന്റെ ഭാരവാഹികളും പ്രത്യേകിച്ച് മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് വിട്ടാതെ പിന്തുടർന്ന് കാത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന സലീം കുമാറിനോട്, കുടുംബത്തിനോട് നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും നിർനിമേഷമായി കേട്ടിരുന്ന സദസ്സാണെന്റെ ബലം. ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല, ചലിച്ചിട്ടില്ല. ഉത്സവ പറമ്പാണ്, അനങ്ങിയിട്ടില്ല. ഇരുന്നിടത്ത് അവിടെ തന്നെ ഇരുന്ന്, നിന്നവർ അവിടെ തന്നെ നിന്നു. ഇതാണ് എന്റെ ശക്തി, എന്റെ സ്രോതസ് ഇവിടെയാണ്. നിങ്ങളോടാണ് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടത്. അടിയന്റെ വർത്തമാനത്തിലോ അടിയൻ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ സനാതന ധർമ്മം നീണാൾ വാഴട്ടെ.